മക്കളെ, അപ്പം നിങ്ങളുടെ +1 +2 ലൈഫിൽ നിങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള അല്ലെ ഒരുപക്ഷെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ബ്ലണ്ടർ ഉണ്ട്. ആ ബ്ലണ്ടറായിട്ട് തോന്നില്ല, കാരണം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്ന പോലെ തന്നെ തോന്നും. പക്ഷേ നിങ്ങളുടെ +1 +2 മാർക്കിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മൊത്തം പഠന ജീവിതത്തിനെ ആക്ച്വലി അത് ഹേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതെന്താണെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഏറ്റവും ഫസ്റ്റ് +1 +2 ഏറ്റവും ഫസ്റ്റ് പരീക്ഷ വരാൻ പോകുന്നത് നമ്മുടെ ഓണപരീക്ഷയാണ്. അപ്പോൾ അതിനുവേണ്ടി നല്ല സ്റ്റഡി പ്ലാനോട് കൂടി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കൃത്യമായുള്ള സ്റ്റഡി പ്ലാൻ, അത് ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ പോലും, അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ ധാരണ, പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ പഠിച്ചെടുക്കാനും ഓൾറെഡി അത്യാവശ്യം പഠിച്ചവരാണെങ്കിൽ നിങ്ങളുടെ റിവിഷൻ പ്ലാൻ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വരാൻ പോകുന്ന മൺഡേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ലൈവിൽ എല്ലാവരും ഉണ്ടായിരിക്കണം. ഞാൻ വലൻ സാർ ഉണ്ടായിരുന്നിരിക്കും. കൃത്യമായുള്ള സ്റ്റഡി പ്ലാൻ മാത്രമല്ല, കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലൈവിൽ നമ്മളൊപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓൾസോ ഇതുവരെയായിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ, മര്യാദയ്ക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് ജസ്റ്റ് ക്ലാസ് മാത്രമല്ല വർക്ക്ഷീറ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും വെച്ച് ഫുൾ റിസോഴ്സ് വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇപ്പോഴും അഡ്മിഷൻ കുറേ കുട്ടികൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഓവർ ലേറ്റ് ആയില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇനി കുറച്ച് കഴിയുമ്പോൾ വരുമ്പോൾ ലേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ട് ജോയിൻ ചെയ്യാം. വീഡിയോൻ്റെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ പലരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് +1 പഠിക്കേണ്ടത് അല്ലെങ്കിൽ +2 പഠിക്കേണ്ടത്? നന്നായി പഠിക്കുക, ചാപ്റ്ററൊക്കെ നന്നായി മനസ്സിലാക്കി ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും പഠിക്കുക, എന്നിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടോ? സാർ ഇതിലിപ്പോൾ എന്താ കുഴപ്പം? ഇതിനെന്താ കുഴപ്പം? നന്നായി പഠിക്കുക, അതല്ലേ വേണ്ടത്. എല്ലാം മനസ്സിലാക്കി നന്നായി പഠിക്കുക. ഇതിൻ്റെ ഒരു വലിയ ഫോൾട്ട് എന്താണെന്നറിയോ? ഇത് എഫക്റ്റീവ് അല്ല. ഇതിന് പകരം നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ചെറിയൊരു മാറ്റം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ഭയങ്കര തറോലി ഇങ്ങനെ പഠിക്കുന്നതിന് പകരം നിങ്ങൾ ആദ്യം സിലബസ് അങ്ങോട്ട് തീർക്കുക. ഇത് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക? സിലബസ് തീർക്കുക, അതിൽ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് അതിനോടൊപ്പം ആ പഠിച്ച സാധനം മാക്സിമം റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. സാർ ആദ്യം പറഞ്ഞ സാധനം ഇതായിട്ട് എന്താ ബന്ധം, അല്ലെ എന്താ വ്യത്യാസം? ഇവിടെ ആദ്യം പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര തറോലി ഇങ്ങനെ പഠിക്കാൻ നോക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം മനസ്സിലാക്കും, എല്ലാം നിങ്ങൾക്ക് ഭയങ്കര മനസ്സിലാക്കിൻ്റെ ഒരു കോൺഫിഡൻസും ഉണ്ടാവും. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ പരീക്ഷ ആകുമ്പോൾ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? നിങ്ങളെല്ലാം മനസ്സിലാക്കി, പക്ഷെ ഒന്നും തലയിൽ ഓർമ്മയില്ല. അപ്പം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം, നമ്മൾ ഫിസിക്സ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് മനസ്സിലാക്കുന്ന ഒരു കാര്യം. പക്ഷേ പരീക്ഷയ്ക്ക് വേണ്ടി അത് തലമണ്ടയിൽ ഓർത്തിരിക്കേണ്ട, നല്ല പരീക്ഷയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറെ കാര്യം തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ പെർഫോം ചെയ്യാൻ പറ്റുന്നു. ഇല്ല, കോൺസെപ്റ്റ് മനസ്സിലാക്കുന്ന ബേസിക് കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു നിർബന്ധമില്ല. അതിൻ്റെ വളരെ സിമ്പിൾ ലോജിക് വെച്ചാൽ, നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്ന എപ്പോഴും ആയിരിക്കും. ഫസ്റ്റ് ചാപ്റ്ററിന് സെക്കൻഡ് ചാപ്റ്ററിന് നിങ്ങൾ 2 മാസം മുമ്പായിരിക്കുമല്ലേ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. പരീക്ഷ എഴുതുന്നപ്പോഴാണ്, പിന്നെ എപ്പോഴാണ്. അപ്പോൾ രണ്ടും തമ്മിൽ കാര്യമായിട്ട് ബന്ധമില്ല എന്നാണ് സത്യം. പക്ഷെ നമുക്ക് തോന്നും നമ്മളെല്ലാം പഠിച്ചു എന്നുള്ള കാര്യം. ഒരു കാര്യമില്ല. പ്രാക്ടിക്കലി നിങ്ങൾ ആലോചിച്ചു, നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിലും 10ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ഫസ്റ്റ് പഠിക്കും നന്നായിട്ട്, പക്ഷെ പരീക്ഷ ആകുമ്പോഴത്തേക്ക് ഫുള്ള് മറന്നു. ശരിയല്ല? ആലോചിച്ചത്. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ഫസ്റ്റ് കഷ്ടപ്പെട്ട് പഠിച്ചത്? ഫുള്ള് മറക്കാനാണെങ്കിൽ. അപ്പോൾ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ സാധനം വരുന്നത്. വാട്ട് യു ആക്ച്വലി നീഡ് ഇസ് ഈ ഭയങ്കര പഠിത്തമല്ല, വേഗം സിലബസ് തീർക്കാൻ നോക്കുക. പ്രത്യേകിച്ച് +1 +2 കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ തറോലി പഠിക്കലൊന്നും എല്ലാ ചാപ്റ്ററിനും പോസിബിൾ അല്ല. നിങ്ങൾ അങ്ങനെ തറോലി പഠിച്ചു കഴിഞ്ഞാലും അവസാനത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് ആദ്യത്തെ ചാപ്റ്റർ മാത്രമാണ് പഠിക്കുന്നത്? നേരെ മറിച്ച് നിങ്ങൾ സിലബസ്, ഓണം എക്സാമിന് സിലബസ് ഏതാണെന്ന് അറിയാലോ, ആദ്യത്തെ 4-5 ചാപ്റ്ററിലെ ഒരു സബ്ജക്റ്റിൽ അത് മാക്സിമം പെട്ടെന്ന് തീർക്കാൻ നോക്കുക. ആ പെട്ടെന്നെന്ന് പറയുമ്പോൾ അതിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുന്നത്. പക്ഷേ വീണ്ടും എന്ത് ചെയ്യുക? ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി 4 ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി 5-6 ദിവസം എടുക്കുക, പിന്നെ അതിൻ്റെ ചോദ്യങ്ങൾ ചെയ്യുക. വേണ്ട, നിങ്ങൾ ആ ചാപ്റ്റർ ബേസിക്കലി തീർക്കുക. നിങ്ങൾ ലൈവ് ക്ലാസ് എക്സാമിനർ ബാച്ചിൽ ഫോളോ ചെയ്യുന്നുണ്ട്, ഒറ്റ പ്രാവശ്യം കാണും, കഴിഞ്ഞു, അത് മതി. എന്നിട്ട് വരുന്ന കാര്യമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വിഷയം പഠിക്കുകയല്ല, നമ്മുടെ വിഷയം പരീക്ഷ വരെ ഓർത്തിരിക്കാൻ കൂടിയാണ്. പഠിച്ച കാര്യം പീരിയോഡിക്കായി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെ റിവൈസ് ചെയ്യേണ്ടത് എന്നുള്ള ടെക്നീക്സ് ഒക്കെ നമ്മുടെ ലേൺ വിത്ത് അലക്സ് എന്ന ചാനലിൽ വളരെ സയൻറ്റിഫിക് ആയി പറഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗിക്കുക, സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ഉപയോഗിക്കുക, പല കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഈ പണിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒപ്പമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എക്സ്ട്രാ ചോദ്യങ്ങൾ, PYQ ആയിക്കോട്ടെ, വർക്ക്ഷീറ്റ് ആയിക്കോട്ടെ, ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ലൈവ് കണ്ടു, ബേസിക് ആയിട്ട് മനസ്സിലാക്കി, അതിങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് തോന്നുകയാണ് അത് എനിക്ക് ഫുൾ ഓർമ്മയായി. ഇനി നമുക്ക് മെല്ലെ ഇതിൻ്റെ വർക്ക്ഷീറ്റ് ആഡ് ചെയ്യാം, ഇതിന് മെല്ലെ PYQ ആഡ് ചെയ്യാം, ആ ബുക്കിൽ നിന്ന് ഈ ബുക്കിൽ നിന്നുള്ള ആഡ് ചെയ്യാം. ആ സാധനമാണ് നടക്കേണ്ടത്. അല്ലാണ്ട് ഒരു ചാപ്റ്റർ എടുത്ത് വെച്ച്
അതിൽ ഫുള്ള് ക്ലാസ് കണ്ട്, ഫുള്ള് ഒന്നുകൂടി ക്ലാസ് കണ്ട്, വേണം യൂട്യൂബിലെ ക്ലാസ്സും കൂടി കണ്ട്, പിന്നെ അതിലെ ചോദ്യങ്ങൾ മൊത്തം ചെയ്ത് എല്ലാ PYQയും ചെയ്ത് എല്ലാം തീർത്ത് വെച്ചു. ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ള് പഠിച്ചു. ഒരു കാര്യമില്ല. നിങ്ങൾ പരീക്ഷ ആകുമ്പോൾ നോക്കിക്കോ, അതിലെ പകുതി കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. വാട്ട് യു ആക്ച്വലി നീഡ് ഇസ് ആ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങളുടെ മോണം എക്സാം വരെയുള്ള ആ ഒരു സമയങ്ങളിൽ ആ ഫസ്റ്റ് ചാപ്റ്റർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കണം, റിവിഷൻ്റെ രൂപത്തിൽ വന്നുകൊണ്ടേയിരിക്കണം. ആ സമയത്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ ഓണം എക്സാം ടൈം വരെ ഈ ഫസ്റ്റ് ചാപ്റ്റർ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കണം. അത് അന്ന് പഠിച്ച് തീർത്താൽ പോരാ. ഈ സെയിം കാര്യം പബ്ലിക് എക്സാം വരെ അപ്ലിക്കബിൾ ആയിരിക്കണം. പല കുട്ടികളും ചെയ്യുക, ഓണം എക്സാം കഴിഞ്ഞ് ഓണം എക്സാമിൻ്റെ ചാപ്റ്റർ വിടും. അതിന് അപ്പോഴല്ലേ ഈ ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റർ നോക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക? വീണ്ടും സംഭവിക്കുക, ക്രിസ്മസ് എക്സാം ആകുമ്പം നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ള് മാർക്കും. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചത്? അവസാനം പഠിച്ചാൽ പോരായിരുന്നോ? മതി. അതാണ് സത്യം. നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടില്ല. അപ്പം ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ക്രിസ്മസ് എക്സാമും അത് കഴിഞ്ഞ് വരെ തുടർന്നുകൊണ്ടിരിക്കണം. അതായത് നിങ്ങൾ ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങളുടെ റിവിഷൻ ആയിട്ട് നിങ്ങൾ ഷെഡ്യൂൾ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, നിങ്ങൾ മടിയാണെന്ന് എനിക്കറിയാം, എനിക്ക് മടിയാണ് പഠിച്ച സമയത്ത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ വേസ്റ്റിംഗ് ഔട്ട് ടൈം. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, പിന്നെ പഠിച്ചാൽ മതി. കാരണം വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതാണ് റിയാലിറ്റി. അപ്പോൾ ഈ റിവിഷൻ പരിപാടി ചെയ്യണം. അപ്പോൾ സിലബസ് തീർക്കുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. സിലബസ് തീർക്കുക, റിവൈസ് ചെയ്യുക. ആ സിലബസ് തീർക്കുമ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കണ്ട, അല്ലാണ്ട് ബൈ ഹാർട്ട് പഠിച്ച് വേറെ എന്തോ രീതിയിലല്ല, സെയിം രീതി തന്നെ. പക്ഷെ പെട്ടെന്ന് തീർക്കുക. ഈ കാര്യം പല കുട്ടികളും വളരെ സ്മാർട്ടായിട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച് ഫുൾ A+ വാങ്ങിയ പല കുട്ടികളും അവരുടെ +1 മാർക്ക് കുറയാൻ കാരണം ഈ ഒരു കാര്യമാണ്. ഓവർ പെർഫെക്ഷൻ എന്നുള്ള ആ ഒരു സംഗതിയാണ്. ഇപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഇന്ന് മുതൽ ഇത് ഉപയോഗിച്ച് തുടങ്ങണം. ഇത് ഉപയോഗിക്കാൻ റെഡി ആണെങ്കിൽ, ഇങ്ങനെ പഠിക്കാൻ റെഡി ആണെങ്കിൽ, സാർ ഞാൻ പഠിക്കുമെന്ന് പറയാം. മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാൻ മറക്കരുത്. മൺഡേ ആണ് നമ്മുടെ ലൈവ്. അതിൽ കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ നമ്മൾ തരുന്നതായിരിക്കും. മാത്രമല്ല കുറച്ച് സർപ്രൈസ് ഉണ്ട്, അന്ന് നമുക്ക് കാണാം. ബൈ ബൈ.